ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീജിത്ത് പണിക്കരുണ്ട്. ശ്രീജിത്തിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീജിത്ത് ഇതേക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു, രണ്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് പലതരത്തിലായിരിക്കും നമ്മളൊക്കെ പ്രകടിപ്പിക്കുക. ചിലപ്പോൾ നമ്മൾ വഴിപാട് കഴിച്ചായിരിക്കും, ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്തായിരിക്കും. അങ്ങനെ പലതരത്തിൽ നമ്മൾ നമ്മുടെ കൺസേൺ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ മലയാളത്തിൻ്റെ ഏറ്റവും അഭിമാനമായ രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം അത് ഈ കാലം തന്നെ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഏറ്റവും റൈവൽറി ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് മനുഷ്യന്മാരാണ് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ആദ്യമായി അദ്ദേഹം അതിൻ്റെ വേദന പറയുകയാണ്. സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മോഹൻലാൽ അങ്ങനെ വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാറില്ല. ഇത് ചോദിക്കാതെ തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുണ്ടാക്കിയ മുറിവല്ലേ ശ്രീജിത്ത് അത് വ്യക്തമാക്കുന്നത്? തീർച്ചയായും ശ്രീജ, കാരണം ഈ രണ്ടാൾക്കാർക്ക് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ദീർഘകാലം ഒരേ മേഖലയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറിയ രണ്ടാൾക്കാരാണ് ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും. അപ്പോൾ അതിലൊരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരിക സുഖക്കുറവുണ്ടാകുമ്പോൾ മറ്റേയാൾ അയാളുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ചു എന്നതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളായിക്കോട്ടെ അവിശ്വാസികളായിക്കോട്ടെ, തികച്ചും സ്വാഭാവികമായിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. വലിയ ആത്മാർത്ഥ സ്നേഹമുള്ള രണ്ടാൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിരിക്കട്ടെ എന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് യാതൊരു വിധത്തിൽ ഒന്നും ചെയ്യാൻ നേരിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവർക്ക് കഴിയുന്ന ഒരു മാർഗം. പക്ഷെ അങ്ങനെ ഈ രണ്ടാളുകൾ തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്, സൗഹൃദത്തിന് ഒക്കെ മതപരമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാകണമെന്നാണ് അന്ന് പല ആൾക്കാരും വിമർശിച്ചത്. അതിൽ ശ്രീ ഒ അബ്ദുള്ളയെ പോലെയുള്ള, ശ്രീ നാസർ ഫൈസി കൂടത്തായിയെ പോലെയുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ട്. മതപരമായിട്ടുള്ള ഒരു തെറ്റാണ് ഇതെന്നാണ് അന്ന് നാസർ ഫൈസി പറഞ്ഞത്. അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി മുസ്ലിങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അസുഖമാണ്, അങ്ങനെയൊക്കെയുള്ള ആശങ്ക പടരുമ്പോൾ ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത് ആ വ്യക്തിയോടുള്ള സ്നേഹം മൂലമാണ്, താല്പര്യം മൂലമാണ്, അയാൾക്ക് ദോഷമുണ്ടാകരുതെന്നുള്ള ചിന്തയാണ്. പക്ഷെ അവിടെയും മതാടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥന മതിയെന്നും ഇതര മതങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെന്തോ കൊടിയ പാപമാണെന്നും മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്നും മട്ടിലൊക്കെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാർ 21ാം നൂറ്റാണ്ടിലല്ല. അവരുടെ മനസ്സാണെങ്കിലും ബുദ്ധിയാണെങ്കിലും പല നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണെന്ന് മാത്രമേ നമുക്ക് പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ അത് പറയാൻ കഴിയുകയുള്ളൂ. അന്ന് പറഞ്ഞിരുന്ന ചില ഡിമാൻഡുകൾ ആലോചിച്ച് നോക്കുക. മുസ്ലിം മതപണ്ഡിതർ ഈ വിഷയത്തിൽ ഇടപെടണം. വേറെ ഒരു വിഷയമില്ലല്ലോ അവർക്ക് ചർച്ച ചെയ്യാൻ. അത് മാത്രമല്ല, ഈ സുഖമില്ലാതിരുന്ന മമ്മൂട്ടി തൗബ ചെയ്യണം, വിശദീകരണം നൽകണം എന്നൊക്കെയാണെന്ന് ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞത്. അപ്പൊ എത്ര മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു ആവശ്യമാണെന്ന് ആലോചിച്ച് നോക്കുക. സുഖമില്ലാതിരിക്കുന്ന ഒരു മനുഷ്യനോടാണ് ഈ വക ഡിമാൻഡുകളൊക്കെ വെക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന്റെ സുഖക്കുറവിനെ ചികിത്സിക്കാനാണോ പോകേണ്ടത്, അതോ മതപരമായിട്ട് ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുകയും മാപ്പ് പറയുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ പോകേണ്ടത്? അപ്പൊ ഇങ്ങനെയുള്ള വിവരക്കേട്, ആ വിവരക്കേട് എന്നുള്ള വാക്ക് തന്നെയാണ് ഇവിടെ പ്രസക്തം. ആ വിവരക്കേട് പരസ്യമാക്കുന്നതിന്, സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നതിന്, മുഖ്യധാരാ മാധ്യമങ്ങളിൽ പറയുന്നതിന്, പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പോകുന്നതിനൊക്കെ ഇക്കൂട്ടർക്ക് ഒരു തരത്തിലുള്ള നാണവും മാനവും ഇല്ല എന്ന് ഓർക്കുമ്പോഴാണ് ഇത് കേൾക്കുന്ന നമ്മുടെ തൊലി പൊളിയുന്നത്. എന്തായാലും നാസർ ഫൈസി കൂടത്തായിക്കാണെങ്കിലും ശ്രീ ഒ അബ്ദുള്ളയ്ക്കാണെങ്കിലും കിട്ടിയ ഏറ്റവും നല്ല മറുപടി മമ്മൂട്ടിയുടെ മൗനമാണ്, കേരള ജനതയുടെ രോഷമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സ്വന്തം മതത്തിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ തങ്ങളുടെ മതത്തിലുണ്ട് എന്ന് ആ മതസ്ഥരായിട്ടുള്ള ആൾക്കാർ തന്നെ തിരിച്ചറിയട്ടെ. ഞാൻ ഇക്കൂട്ടരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അവരുടെ സൗഹൃദത്തിനെയും അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. അതല്ലാതെ മതവിശ്വാസത്തിന്റെ ഒരു ടേപ്പ് എടുത്ത് അവരുടെ വ്യക്തിബന്ധത്തിന്റെ ആഴത്തിനെ അളക്കുന്നതിനോ അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയെ അളക്കുന്നതിനോ അതിലെ ശരികേടുകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിനോ ഒക്കെ പോകുന്ന ആൾക്കാരെ അർഹിക്കുന്ന അവഗണനയോടെയാണ് തള്ളിക്കളയേണ്ടത്. അപ്പോൾ ഇവിടെ ന്യൂസ് 18-നുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ശ്രീ മോഹൻലാൽ പങ്കുവെച്ച ആ വേദന അദ്ദേഹത്തിൻ്റെത് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് കേരളീയ പൊതുസമൂഹത്തിൻ്റെത് മൊത്തമാണ്. ഇപ്പോഴും മമ്മൂട്ടി ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുന്നു എന്നൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ആ വാർത്തയെക്കുറിച്ച് പ്രതികരണം ചോദിക്കുന്ന സമയത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ വഴിപാടുമായി ബന്ധപ്പെട്ടിട്ടോ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ ഒരു പരാമർശമില്ല എങ്കിലും ഇത്ര മാസം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം, നേരത്തെ ശ്രീജ തന്നെ പറഞ്ഞതുപോലെ, സാധാരണ വിവാദങ്ങളിലൊന്നും പ്രതികരിക്കാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം അത് പറഞ്ഞു എങ്കിൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ എത്രത്തോളം ഉലച്ചിട്ടുണ്ട് എന്നാലോചിച്ച് നോക്കുക. കാരണം ഇവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇവരൊക്കെ തമ്മിലുള്ള സൗഹൃദം. അവരുടെ ഇടപെടലുകൾ നമുക്കറിയാമല്ലോ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത്. ആ ഒരു ഫീൽഡിൽ അങ്ങനെ ചെയ്യാനായിട്ടും കഴിയുകയില്ല. അപ്പൊ അങ്ങനെ വളരെ സംശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി മറ്റുള്ള ആൾക്കാർക്ക് നന്മ വരട്ടെ എന്ന് ചിന്തിച്ച് കഴിയുന്ന ഒരു മനുഷ്യനാണ് ഈ രീതിയിലുള്ള ആരോപണങ്ങൾക്കൊക്കെ തന്നെ വിധേയനായത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അതൊരു നീറ്റലായിട്ട് ഇപ്പോഴും കിടക്കുന്നത് കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കാതെ തന്നെ അതിനുള്ള ഒരു മറുപടി അദ്ദേഹം അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഇവിടെ പങ്കുവെച്ചിരിക്കുന്ന വേദന അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, ഒരു നല്ല മനുഷ്യൻ്റെതാണ്.
അതൊരു നല്ല മനസ്സിന്റെ ഉടമയുടേതാണ്. അത് കേരളീയ പൊതുസമൂഹത്തിന്റെ മൊത്തം വേദനയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വേദന ഉണ്ടാക്കുകയും അതിലേക്ക് കൂടുതലായിട്ട് എരുതിയിലേക്ക് എണ്ണ പകരാനും ശ്രമിക്കുന്ന ആൾക്കാരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഒരുപക്ഷെ അദ്ദേഹത്തോടൊരു ഖേദം നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് പോലും ഇത് കേട്ടുകൊണ്ട് നിന്ന് നമ്മൾ പോലും പറയണമെന്ന് തോന്നുന്നു. കാരണം ഒരു മനുഷ്യനെ വേദനിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത് ആ വേദന എത്രത്തോളം ഉണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ കൂടിയുണ്ട്. രാഹുൽ, ഈ മോഹൻലാലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അതാണ്. ഇപ്പം ഞാൻ ശ്രീജിത്തിനോടും അത് തന്നെ ചോദിച്ചത്. അദ്ദേഹം സാധാരണ വിവാദങ്ങളോട് പ്രതികരിക്കാറില്ല. ചിരിച്ചുകൊണ്ട് തല കുനിച്ച് ചിരിച്ച് പുഞ്ചിരിയോടെ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എന്തിനാ പറയുന്നത്, ഇതാണ് മാക്സിമം നമുക്കറിയാവുന്ന മോഹൻലാൽ പ്രതികരിക്കാറുള്ളത്. ഇതൊരു ചോദ്യം പോലും ഇല്ലാതെ അദ്ദേഹം അത് പറയുമ്പോൾ, അതും തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ, അത് നമുക്കൊക്കെ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് കൂടി വിഷമം ഉണ്ടാക്കുന്ന, നമുക്ക് അല്പം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ കൂടി ഫലമായാണ് മമ്മൂട്ടി തിരിച്ചു വരുന്നതെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് അതിനൊരു പ്രായശ്ചിത്തമാവട്ടെ, അല്ലേ? തീർച്ചയായും തീർച്ചയായും. അത് തന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഒരു കാര്യത്തെ ശക്തമായി എതിർക്കട്ടെ. അദ്ദേഹം പറയുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പിലാണ് ഒ അബ്ദുള്ളയുടെ ബുദ്ധിയെന്ന്. ഒരു കാരണവശാലും അല്ല, നൂറ്റാണ്ടുകളല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലാണല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ എന്ന് പറയാൻ കഴിയുന്നു. ഇല്ലാത്തൊരു കാര്യത്തിനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ നമ്മൾ ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. ആലങ്കാരികമായി പറഞ്ഞാണ് കേട്ടോ ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞത്. എനിക്കത് കേട്ടിട്ട് എനിക്കിന്നും ഓർമ്മയുണ്ട്. ഞാനത് ചെന്നൈയിൽ എന്തുവായിരുന്നു, ഞാൻ കേട്ടിട്ട് ക്രിഞ്ചടിക്കുക എന്ന്, ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ ക്രിഞ്ചടിക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? എന്ത് പോസിറ്റിവിറ്റി ആയിരുന്നു ലാലേട്ടൻ അങ്ങനെ പോകുമ്പോൾ. അങ്ങനെ മുഹമ്മദ് കുട്ടി അനിഴമാണെന്ന് തോന്നുന്നു ആ നക്ഷത്രം. നമ്മുടെ നാട് ഇത് നമ്മുടെ നാടിന്റെ എന്തൊരു വലിയ നന്മയാണ്. അങ്ങനെ വ്യത്യസ്ത മതങ്ങളിലുള്ളവർ, വ്യത്യസ്ത വിശ്വാസങ്ങളിലുള്ളവർ, അങ്ങനെ മമ്മൂട്ടിക്ക് അസുഖമാവുമ്പോൾ എൻ്റെ അമ്പലത്തിൽ ഞാനും വേറൊരാളുടെ ക്രിസ്ത്യൻ പള്ളിയിലായാലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു ചൈതന്യവും നന്മയല്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ തോപ ചെയ്യണം എന്നൊക്കെ പറയുന്നത്, എനിക്ക് അത് കേട്ടതിന്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രീജിത്ത് പറഞ്ഞതിനോട് അങ്ങനെ പറഞ്ഞത്. ഒ അബ്ദുള്ള സാറിനെ പോലുള്ളവരെ, അദ്ദേഹം വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തനമൊക്കെയാണ്. ഇങ്ങനെയൊന്നും അല്ല, ഒരു സമൂഹത്തിന് വിഷം നൽകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഇൻജക്റ്റിംഗ് പോയിസൺ എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ ഇൻജക്റ്റിംഗ് പോയിസൺ ആണ്. നേരത്തെ ശ്രീ പണിക്കരോട് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതിന് മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, മതാന്തര സൗഹാർദ്ദം എന്ന് വിളിക്കാം, പരസ്പരമുള്ള രണ്ട് വ്യക്തികളുടെ ബന്ധം എന്ന് വിളിക്കാം. ഇതിനെക്കുറിച്ച് മമ്മൂട്ടി തന്നെ പണ്ടൊരു രസകരമായ കമന്റ് പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് പറഞ്ഞു. അപ്പം പറഞ്ഞായിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. എടാ, ഞാനും നീയും പണ്ട് ഒരുമിച്ചിരുന്നെങ്കിൽ സൗഹാർദ്ദം, ഇന്ന് നമ്മൾ ഒരുമിച്ചാൽ മതസൗഹാർദ്ദവും, ആ രീതിയിലേക്ക് എല്ലാ കാര്യത്തിലും സമുദായത്തിന്റെ കണ്ണുകൾ കാണുന്ന രീതിയിലേക്ക് പോയി. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ശ്രീ ഒ അബ്ദുള്ള യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ റാൻഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ കഴിയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ജൽപ്പനം കാരണം കേരളത്തിലുണ്ടായ വലിയൊരു പോസിറ്റിവിറ്റിയിൽ വിഷം കലക്കുകയാണ് ചെയ്തത്. ഇന്ന് ന്യൂസ് 18 ചെയ്തത് വലിയൊരു കാര്യമാണ്. അവിടെയാണ് ലാലേട്ടനെ പോലുള്ള ആൾ ഒരു കാരണവശാലും അങ്ങനെ പ്രതികരിക്കില്ല. എന്താ മോനെ നീ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് സ്ഥിരം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ വേദന കിടന്നു, അൺനെസറി ആയ ഒരു കോൺട്രവേഴ്സി ആയി. ആൾക്കാരെല്ലാം 90% അല്ലെങ്കിൽ 99% മാധ്യമങ്ങൾ ന്യൂസ് 18 അടക്കം പോസിറ്റീവ് ആയതിനെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ ഈ